അട്ടയെന്നും തേരട്ടയെന്നും പേരുള്ളത് രണ്ട് തരം ജീവികൾക്കാണ്. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ട് രണ്ടിനെയും അട്ട എന്ന് തന്നെ വിളിക്കും. വെറും അട്ട, ലീച്ചുകൾ ചോരകുടിയന്മാരാണ്. എന്നാൽ തേരട്ടകൾ അഴുകിയ ഇലകളും ജീർണ അവശിഷ്ടങ്ങളും ഒക്കെ തിന്നുന്ന സാധുക്കളാണ്. മില്ലിപ്പെഡ് എന്നാണ് തേരട്ടകളുടെ ഇംഗ്ലീഷിലുള്ള പേര്. 1000 കാലന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സെന്റിപ്പെഡ് എന്ന് പറഞ്ഞ് വേറൊരു ഇനമുണ്ട്. സെഞ്ചുറി എന്നൊക്കെ നമുക്കറിയാം. 100 കാലന്മാർ. അത് വിഷമുള്ള പഴുതാരകളാണ്. ഇവ രണ്ടും രണ്ട് തരം ജീവികളാണ്. അതിലെ തേരട്ടകളുടെ അതിശയ ജീവിതമാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്വാഗതം. ഭയന്നാൽ തേരുരുളിൻ്റെ രൂപത്തിൽ ചത്തതുപോലെ ചുരുണ്ട് കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ ഇവരുടെ കൂട്ടത്തിൽ ഉള്ളതിനാലാകും പൊതുവെ ഇവർക്ക് തേരട്ട എന്ന പേര് മലയാളത്തിൽ വന്നത്. വടകര അരിനുറുക്ക് പോലെ കൈപ്പത്തിയിൽ ചുരുണ്ട് സാധുവായിട്ട് ഇവർ അനങ്ങാതെ കിടക്കുന്നത് കാണുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നും. ഗോലി പോലെ, കുഞ്ഞു ബോള് പോലെ, ഗുളിക പോലെയൊക്കെ മൊത്തമായി ചുരുണ്ടുരുണ്ട് കിടക്കുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. പിൽമില്ലിപ്പെഡുകൾ എന്നാണ് അവയെ വിളിക്കുക. ഇതല്ലാതെ ഒട്ടും ചുരുളാതവരും ഇവരുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന തേരട്ടകൾ ഇഴഞ്ഞ് പതുക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഒരു ജീവനുള്ള മിനിയേച്ചർ ഗുഡ്സ് ട്രെയിൻ കിതച്ചിഴഞ്ഞ് പതുക്കെ നീങ്ങിപ്പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. കുഞ്ഞിക്കാലുകൾ താളത്തിൽ പിരുപിരാ നീക്കിയുള്ള ഒരു നടത്തമേ ഇവർക്ക് പറ്റൂ. ഓടാനേ അറിയില്ല. കൗതുകത്തിന് ഇവരുടെ ദേഹത്തൊന്ന് തൊട്ടു നോക്കിയാൽ ഉടൽ മുറുക്കി ചുരുട്ടി ഇറുങ്ങി ചത്തു കിടക്കും. ശത്രുഭയം ഒഴിഞ്ഞാൽ നീളൻ കുഴൽത്തടി പതുക്കെ നിവർത്തി നേരെയാക്കി നടത്തം തുടരും. ആരെയും ആക്രമിക്കാത്ത, കടിക്കാത്ത, കുത്താത്ത ഒരു നിരുപദ്രവ ജീവിയാണ് തേരട്ടകൾ. ഒന്നിനും തിരക്കില്ലാത്ത സാത്വികർ. വേഗത്തിൽ ഓടാനുള്ള കഴിവില്ലല്ലോ ഇവർക്ക്. അതിനെ ആക്രമിക്കുന്നവരോട് പൊരുതി നിൽക്കാനുള്ള കഴിവുമില്ല. കടിക്കാനും കുത്താനും പറ്റില്ല. വിഷമുള്ളുകളില്ല. അതിനാലാവാം ഇത്തരത്തിലുള്ള ഒരു അതിജീവന തന്ത്രം, ചുരുണ്ടുകിടക്കൽ ഇവയിൽ പരിണമിച്ചുണ്ടായത്. ഭൂമിയിൽ ഇവരെ ആക്രമിക്കാൻ ആരുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇവർക്ക് ഇത്തരം കഴിവുകൾ ഉണ്ടായിരിക്കണം എന്നുമില്ല. ഈ ചുരുണ്ടുകിടക്കൽ കൂടാതെ ഇവരുടെ ശരീരത്തിൽ ഓസോപോറുകൾ എന്ന് വിളിക്കുന്ന വളരെ ചെറിയ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളിലൂടെ വൃത്തികെട്ട മണമുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വിട്ട് ശത്രുക്കളെ വെറുപ്പിച്ചകറ്റുന്ന ഒരു തന്ത്രവും ഇവർക്കുണ്ട്. ഇവരെ ആക്രമിക്കുന്ന ജീവികൾക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ടോക്സിനുകളായിരിക്കും ആ സ്രവത്തിൽ അടങ്ങിയിരിക്കുക. ആൽക്കലോയിഡുകൾ, ബെൻസോക്വിനോൺ, ഫിനോളുകൾ, ടെർപ്പിനോയിഡുകൾ, ഹൈഡ്രജൻ സയനൈഡ് തുടങ്ങിയ പല രാസഘടകങ്ങൾ അടങ്ങിയതാവാം ആ സ്രവങ്ങൾ. ഇവരെ ആക്രമിക്കുന്ന ഉറുമ്പുകളുടെയൊക്കെ ദേഹം പുകയാനും മറ്റ് ജീവികളുടെയൊക്കെ കണ്ണിന് കുഴപ്പമുണ്ടാക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും ആ സ്രവം. ഈ വിഷസ്രവം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഇവർക്ക് ഒരു തിരിച്ചടിയായും മാറാറുണ്ട്. കപ്പൂച്ചിൻ കുരങ്ങുകളും ലെമൂറുകളും നീർക്കാറ്റുകളുമൊക്കെ ഇവയെ പിടിച്ച് പ്രകോപിപ്പിച്ച് ഈ സ്രവങ്ങൾ ഉണ്ടാക്കി അവയുടെ ഉമിനീരും കൂട്ടിക്കലർത്തി ദേഹത്തൊക്കെ പുരട്ടും. കണ്ടാൽ നിരവധി കാലുകളുള്ള ഒരു ലോഷൻ കുപ്പി അവർ ദേഹത്ത് പുരട്ടുന്നത് പോലെ തോന്നും. രോമത്തിലും ദേഹത്തിലുമുള്ള പലതരം ചെള്ളുകളും പ്രാണികളും അതുപോലെയുള്ള പരാത ജീവികളും ഒക്കെ ഒഴിഞ്ഞു പോകാനുള്ളതാണ് ഈ റിപ്പല്ലൻ്റ് മരുന്ന് തേപ്പ്. ബ്ലാക്ക് ലെമൂറുകൾ ഒരു പടി കൂടി കടന്ന് മത്തിന് വേണ്ടിയിട്ട് ഇവയെ വായിലിട്ട് ചവക്കുകയും ചെയ്യും. റെഡ് ഫ്രോണ്ടഡ് ലെമൂറുകൾ അവയുടെ വയറ്റിലെ വിരശല്യം, കൃമിശല്യം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവയെടുത്ത് പൃഷ്ഠഭാഗത്തും മറ്റും ഗുഹ്യഭാഗങ്ങളിലുമൊക്കെ ഉരക്കും. അവസാനം അവിടെ പുണ്ണാവും. വെളുക്കാൻ തേച്ചത് പാണ്ടായി, അല്ലെങ്കിൽ ആസനത്തിൽ ചുണ്ണാമ്പ് തേക്കുക തുടങ്ങിയ നാടൻ പ്രയോഗങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് ഈ ലെമൂറുകളുടെ കാര്യത്തിലാണ്. കരഭൂമിയിൽ, അന്റാർട്ടിക്കയിൽ ഒഴികെ ഭൂമിയിൽ എല്ലായിടത്തും തേരട്ടകളുണ്ട്. ജീവൻ ജലത്തിൽ പരിണമിച്ചുണ്ടായതിനു ശേഷം കരയിലേക്ക് കയറി ജീവിതം തുടർന്ന ആ പരിണാമ ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. സിലൂറിയൻ കാലത്ത് ആദ്യമായി കരയിലേക്ക് കൂട്ടമായി കയറി ജീവിതം ആരംഭിച്ച ജീവികളുടെ കൂട്ടത്തിലുള്ളതാണ് ഇവരുടെ പൂർവികർ. അതായത് 428 ദശലക്ഷം വർഷം മുമ്പ് പരിണമിച്ചുണ്ടായവരാണ് തേരട്ടകൾ. ആ കാലത്ത് കരയിലുണ്ടായിരുന്ന മൂസുകളും പുരാതനമായിട്ടുള്ള ചില സസ്യഭാഗങ്ങളുമൊക്കെ തിന്നായിരിക്കും ഇവ ജീവിച്ചത്. വെള്ളത്തിന് പുറത്ത് കരയിൽ ശ്വസിക്കാനുള്ള അത്തരത്തിൽ ശ്വസനം സാധ്യമാകും വിധത്തിലുള്ള സംവിധാനങ്ങൾ, സ്പൈറക്കിളുകൾ, ശ്വസനക്കുഴലുകൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 414 ദശലക്ഷം വർഷം മുമ്പ് ലഭിച്ച ഇത്തരത്തിലുള്ള ഒരു ഫോസിലിൽ ഇതിനുള്ള തെളിവുകളുണ്ട്. ആർത്രോപ്ലൂറ വിഭാഗത്തിൽ വർഗീകരിച്ചിരിക്കുന്ന ഇവരിൽ ചിലതിന് 6.5 അടിയോളം നീളമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് അന്തരീക്ഷത്തിൽ അമിതമായി ഉണ്ടായിരുന്ന ഓക്സിജന്റെ അളവാകാം അതിന് കാരണമെന്നായിരുന്നു ആദ്യമൊക്കെ ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭയപ്പെടാൻ ആരുമില്ലാത്ത, ഇരപിടിയന്മാരില്ലാത്ത, മത്സരമില്ലാത്ത ഒരു കാലമായതിനാലാവാം ഇത്തരത്തിൽ ഇവ നീളം വെച്ചത് എന്നാണ് കണക്കാക്കുന്നത്. ചരിത്രാതീത കാലത്ത്, ആ കാലത്ത് ജീവിച്ചിരുന്ന തേരട്ടകൾ 2 മീറ്ററോളം നീളമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കണ്ടെത്തിയതിൽ ഏറ്റവും വലിപ്പമുള്ളത്
ആഫ്രിക്കൻ ഭീമൻ തേരട്ടയാണ്. ആ ഭീമൻ തേരട്ടയ്ക്ക് പോലും 33 സെൻറ്റിമീറ്റർ മാത്രമാണ് നീളം. തേരട്ടകളിലെ ചെറിയ വിഭാഗങ്ങൾ പലതും മില്ലിമീറ്റർ മാത്രം നീളമുള്ളവയാണ്. ഡൈപ്ലോപോഡ ക്ലാസ്സിലാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ശരീരം നിരവധി ഖണ്ഡങ്ങൾ, ചുറ്റുകൾ ചേർന്നുള്ളതാണ്. ഓരോ ഖണ്ഡത്തിലും 2 ജോഡി കാലുകൾ ഉണ്ടാകും. മില്ലിപ്പെഡ് എന്നാണ് ഇവരെ സാധാരണമായിട്ട് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. മില്ലേനിയവും പെഡസ്ട്രിയനും ഒക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. 1000 കാലുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഇവർക്ക് മില്ലിപ്പെഡ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ 2021 വരെയും 1000 കാലുകൾ തികച്ചുള്ള ഒരു തേരട്ടയെയും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അക്കാലം അത്രയും ഏറ്റവും കൂടുതൽ കാലുകളുള്ള തേരട്ടയായിട്ട് കണക്കാക്കിയിരുന്നത് കാലിഫോർണിയയിലെ ഇലാക്മെ പ്ലെനിപ്പസിനെയാണ്. അതിന് ആകെ 750 കാലുകളേ ഉള്ളൂ. എന്നാൽ 2020 യു മില്ലിപ്പസ് പെർസോഫനെ എന്ന ഒരു പുതിയ ഇനം തേരട്ടയെ കണ്ടെത്തി. വെർജീനിയ ടെക്കിലെ അമേരിക്കൻ മിറിയാപോഡോളജിസ്റ്റായ പോളി മറക്കാണ് ഇതിനെ കണ്ടെത്തി വിശദീകരിച്ചത്. അങ്ങനെ 1000 കാലുകൾ തികച്ചുള്ള ഒരു തേരട്ടയെ നമ്മൾ കണ്ടെത്തി. ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് വെസ്റ്റേൺ വുഡ്ലാൻഡ് പ്രദേശത്ത് ലോഹധാതുക്കൾക്കും അയിരുകൾക്കുമൊക്കെയായിട്ട് ഖനനം നടത്തുന്ന കമ്പനികളുടെ ബോറുകളിൽ നിന്നാണ് ബയോളജിസ്റ്റായ ബ്രൂണോ എ ബുസാട്ടോക്ക് 60 മീറ്റർ താഴ്ചയിൽ നിന്ന് ഒരു ജീവിയെ ലഭിക്കുന്നത്. അതൊരു പെൺ തേരട്ടയുടെ സാമ്പിളായിരുന്നു. അതിന് 1306 കാലുകൾ ഉണ്ടായിരുന്നു. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ കാലുകളുള്ള ജീവി, ആനിമൽ ഇതാകും. യു മില്ലിപ്പസ് പെർസിഫോണെ എന്ന ഇതിൻ്റെ ശാസ്ത്രനാമത്തിലെ ജീനസ് നാമമായിട്ടുള്ള യു മില്ലിപ്പസ് എന്ന ആദ്യ ഭാഗം സൂചിപ്പിക്കുന്നത് ശരിക്കും യു എന്ന് പറഞ്ഞാൽ ട്രൂ, ശരിക്കും എന്ന് തന്നെയാണ്. യു മില്ലിപ്പസ് ശരിക്കും 1000 കാലുകളുള്ള എന്ന അർത്ഥത്തിൽ തന്നെ. അതായത് അതിനു മുമ്പ് 1000 കാലുകളുണ്ടെന്ന് നമ്മൾ മില്ലിപ്പെഡുകളെ വിളിച്ചെങ്കിലും ശരിക്കും 1000 കാലുകളുള്ള ഒരു മില്ലിപ്പെഡിനെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പെർസിഫോണെ എന്ന ഇതിൻ്റെ സ്പീഷീസ് നാമം സൂചിപ്പിക്കുന്നത് ശരിക്കും പെർസിഫോണ എന്ന ഗ്രീക്ക് മിത്തോളജിയിലെ പാതാള ദേവതയുടെ പേര് തന്നെയാണ്. ശരിക്കും ഇവർ പാതാളത്തിൽ അല്ലെങ്കിൽ ആഴത്തിൽ 60 മീറ്റർ താഴത്തിൽ നിന്നാണല്ലോ ഇതിന് ലഭിച്ചത്. സെന്റിപ്പെഡുകൾ എന്ന് വിളിക്കുന്ന പഴുതാരകൾ, നൂറുകാലന്മാർ, ശരിക്ക് തേരട്ടകളുമായിട്ട് ഒട്ടും വലിയ ബന്ധമില്ലാത്തവരാണ്. നമുക്കൊക്കെ പേടിയുള്ള വിഷമുള്ള ഒരു ജീവിയാണല്ലോ പഴുതാര. പഴുതാരകളെക്കുറിച്ച് മാത്രമായിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ വേറെ തന്നെ നമ്മുടെ ചാനൽ ചെയ്യാം. നമ്മുടെ അട്ടകൾ എന്ന് പറയുന്ന ലീച്ചുകളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായിട്ട് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും തേരട്ടകളും പഴുതാരകളും മില്ലിപ്പെഡുകളും സെന്റിപ്പെഡുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വളരെ ചുരുക്കി പറയാം. പ്രധാനമായിട്ട് കാലുകളുടെ എണ്ണം തന്നെ. മില്ലിപ്പെഡുകളെ നമ്മൾ 1000 കാലന്മാർ എന്ന് വിളിക്കുമ്പോൾ സെന്റിപ്പെഡുകളെ 100 കാലന്മാർ എന്ന് വിളിക്കുന്നു. അതായത് അവയുടെ കാലുകളുടെ എണ്ണത്തിൽ നല്ല വ്യത്യാസമുണ്ടാവും. ഇവരുടെയൊക്കെ ശരീരം പല ഖണ്ഡങ്ങളായിട്ട് ചുറ്റുകൾ പോലെ, റിങ്ങുകൾ ചേർത്ത് വെച്ചതുപോലെയൊക്കെയാണ് കാഴ്ചയിൽ തോന്നുക. തേരട്ടകളുടെ ശരീരത്തിൽ നമ്മൾ ഒറ്റക്കൊറ്റക്ക് കാണുന്ന റിങ്ങുകളൊക്കെ യഥാർത്ഥത്തിൽ 2 റിങ്ങുകൾ ഫ്യൂസ് ചെയ്ത് ഒട്ടിച്ചേർന്നുണ്ടായവയാണ്. നമുക്ക് കാണുമ്പോൾ ഒറ്റൊരു റിങ്ങായിട്ട് തോന്നുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് അവയെ ഡൈപ്ലോപോഡ എന്ന് വിളിക്കുന്നത്. അവയുടെ 2 റിങ്ങുകൾ ചേർന്നതിനാൽ ഈ ഓരോ റിങ്ങിലുമുള്ള ഓരോ ജോഡി കാലുകൾ നമുക്ക് ഒറ്റ റിങ്ങിൽ കാണാം എന്ന് മാത്രം. അതായത് ഓരോ റിങ്ങിലും ഓരോ ചുറ്റിലും 2 ജോഡി കാലുകൾ, 4 കാലുകൾ ഉണ്ടാകും തേരട്ടകൾക്ക്. എന്നാൽ പഴുതാരകളുടെ ഈ ഖണ്ഡങ്ങളിൽ, കവചങ്ങളിൽ ഓരോ ജോഡി കാലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ തേരട്ടയെയും പഴുതാരയെയും തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അവയുടെ ഓരോ ഖണ്ഡത്തിലും എത്ര ജോഡി കാലുകളുണ്ട് എന്ന് നോക്കലാണ്. പഴുതാരകളുടെ ശരീരം അല്പം പരന്നിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ ഖണ്ഡങ്ങളുടെ അരികുകളിലാണ് അവയുടെ കാലുകൾ ഘടിപ്പിച്ചിരിക്കുക. കൂടാതെ ആ കാലുകൾക്കൊക്കെ വലിപ്പ വ്യത്യാസവും ഉണ്ടാവും. ഏറ്റവും പുറകിലുള്ളതായിരിക്കും ഏറ്റവും വലിയ കാൽ, ഏറ്റവും മുമ്പിലേത് ഏറ്റവും ചെറിയ കാലും. എന്നാൽ തേരട്ടകളുടെ കാലുകൾ ഏകദേശം ഉരുണ്ട ശരീരത്തിൻ്റെ അടിഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാകുക. എല്ലാ കാലുകളും ഒരേ വലിപ്പമുള്ളവയുമായിരിക്കും. അതുപോലെ പഴുതാരകളുടെ, സെന്റിപ്പെഡുകളുടെ അവസാനത്തെ ഒരു ജോഡി കാലുകൾ നേരെ പിറകിലേക്ക് തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. കൂടാതെ തേരട്ടക്ക് നടക്കാൻ മാത്രമേ അറിയൂ, അതേസമയം പഴുതാരക്ക് ഓടാൻ മാത്രമേ അറിയൂ. തേരട്ടകൾ പൊതുവെ വെജിറ്റേറിയന്മാരാണ്. എന്നാൽ പഴുതാരകൾ പൊതുവെ നോൺ വെജാണ്. അവ പലതരം പ്രാണികളെയും കീടങ്ങളെയും മുച്ചുകളെയും ഒക്കെയാണ് ഭക്ഷണമാക്കുക. തേരട്ടക്ക് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കാൻ ചില നാറ്റസ്രവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പഴുതാരയുടെ ഏറ്റവും ആദ്യത്തെ ജോഡി കാലുകൾ ഒരു തരം മുള്ളുകളായിട്ട്, വിഷമുള്ളുകളായിട്ട് പരിണമിച്ച് അതിൽ വിഷം നിറച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടുള്ള ഒരു ഇറുക്ക് കുത്ത് കിട്ടാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്തായാലും ചില ഇനം പഴുതാരകളും തേരട്ടകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചയിൽ മാറിപ്പോകും. നമുക്ക് തന്നെ സംശയമാകും. തേരട്ടകളെക്കുറിച്ച് മാത്രമുള്ള പഠനശാഖയ്ക്ക് ഡൈപ്ലോപോഡോളജി എന്നാണ് പറയുക. അതുപോലെ പഴുതാരകൾ പല നാടൻ പേരുകളുണ്ട്. ഓരോ നാട്ടിലും പല പേരുകളാണുള്ളത്. എൻ്റെ നാട്ടിൽ കരിങ്കന്ന് എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് പഴുതാരകളെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടെ തേരട്ടകൾക്കും മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക.
തേരട്ടകളുടെ തലയിൽ ഒരു ജോഡി കുഞ്ഞ് ആൻറ്റനുകൾ ഉണ്ടാകും. ആൻറ്റനുകളോട് ചേർന്ന് തോമസോറി എന്ന ഒരു അവയവമുണ്ട്, ചെറുവലയങ്ങളായിട്ടുള്ള ഒരു അവയവം. അവയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം ഇപ്പോഴും അജ്ഞാതമാണെങ്കിലും ചുറ്റുമുള്ള ഈർപ്പം, പ്രകാശം ഇവയുടെയൊക്കെ സാന്നിധ്യം തിരിച്ചറിയാനാണ് തേരട്ടകളെ ഇത് സഹായിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കുഞ്ഞു കണ്ണുകൾ എന്ന് വിളിക്കാവുന്ന ഒരവയവം ഇവയുടെ തലയുടെ രണ്ട് ഭാഗത്തും ചില ഇനങ്ങൾക്കുണ്ടാകും. വളരെ ചെറിയ ഓസിലകൾ എന്ന് വിളിക്കുന്ന കുഞ്ഞു ലെൻസുകളുടെ ഒരു കൂട്ടമാണത്. ഗുഹകൾക്കകത്തും മണ്ണിനടിയിലുമൊക്കെ ലക്ഷക്കണക്കിന് വർഷമായിട്ട് ജീവിക്കുന്ന ഇനം തേരട്ടകൾക്കൊന്നും ഇത്തരത്തിലുള്ള കണ്ണുകളുടെ ആവശ്യമില്ലാത്തതിനാൽ തന്നെ, പ്രകാശവുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലാത്തതിനാൽ തന്നെ അവരുടെയൊക്കെ പൂർവികർക്കുണ്ടായിരുന്ന ആ കാഴ്ചശക്തി നീണ്ട കാലത്തെ ഇരുൾവാസം മൂലം ഇല്ലാതായിട്ടുണ്ട്. കണ്ണെന്ന അവയവം അങ്ങനെ ആവശ്യമില്ലാതായി അപ്രത്യക്ഷമായിട്ടുണ്ട്. നിലവിൽ 16 ഓർഡറുകളിലായി 140 കുടുംബങ്ങളിൽ 12,000 തേരട്ടകളെയാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും ആയിരക്കണക്കിന് തേരട്ടകൾ തിരിച്ചറിയാനുണ്ടാവുമെന്നത് ഉറപ്പാണ്. 15,000 മുതൽ 80,000 വരെ സ്പീഷീസുകൾ ഇനിയും നമ്മുടെ ഭൂമിയിൽ കണ്ടെത്താനുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ കുറഞ്ഞ ദൂരത്തിലുള്ള സഞ്ചാരത്തിന് മാത്രം കഴിയുന്നതിനാൽ ഇവ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോവുകയും കാലാന്തരത്തിൽ അവ പുതിയ സ്പീഷീസുകളായിട്ട് പരിണമിക്കുകയും ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാലാവും തേരട്ടകളിൽ ഇത്രയധികം സ്പീഷീസുകൾ ഉണ്ടായത്. ബ്രസിൽ മില്ലിപ്പിഡുകൾ എന്ന് വിളിക്കുന്ന തേരട്ടകളുടെ വിഭാഗം കഴിഞ്ഞാൽ പിന്നെ 2 വിഭാഗം തേരട്ടകളാണ് ഭൂമുഖത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പെൻഡാസോണിയ എന്നും ഹെൽമെന്തോമോർഫ എന്നും വിളിക്കുന്ന 2 വിഭാഗം തേരട്ടകൾ. അതിൽ പെൻഡാസോണിയ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് ബോളട്ടകൾ എന്ന് പറയുന്നത്. ബോള് പോലെ, ഗോട്ടി പോലെ, ഗുളിക പോലെ ഉരുണ്ട് കഴിയുന്നവർ. അവയെ പിൽമെല്ലിപ്പിഡുകൾ എന്ന് വിളിക്കും. അവയുടെ തന്നെ പല ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മുറുക്ക് പോലെ ചുരുളുന്നതിന് പകരം പൂർണ്ണമായിട്ട് ബോള് പോലെ കാലുകളൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവരാണ് ഇവർ. സ്പെറോതെറിഡ എന്ന വിഭാഗത്തിൽപ്പെട്ട മില്ലിപ്പെഡാണിത്. ഇവയെ ജൈൻറ്റ് മില്ലിപ്പെഡ് എന്നും വിളിക്കാറുണ്ട്. പന്തട്ട, ബോളട്ട എന്നൊക്കെ പേരിൽ ഇത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെയും പ്രാദേശിക നാമങ്ങൾ കൂടുതലായിട്ട് അറിയുന്നവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. തേരട്ടകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയിലുള്ളത് ഹെൽമെന്തോമോർഫ എന്ന വിഭാഗക്കാരാണ്. ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിരകൾക്കൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയുക. ഹെൽമെന്തോമോർഫ എന്ന് പറഞ്ഞാൽ ഹെൽമിന്തുകളെ പോലെ, വിരകളെപ്പോലെ രൂപമുള്ളവ, അതായത് നീണ്ട കുഴൽ പോലെ രൂപമുള്ളവ. നമുക്ക് വളരെ പരിചിതരായിട്ടുള്ള ഇത്തരം തേരട്ടകളുടെ ശരീരത്തിൽ 20 മുതൽ 60 വരെ ഖണ്ഡങ്ങളാണ് സാധാരണയായിട്ടുണ്ടാകുക. ഇത്തരത്തിലുള്ള റിങ്ങുകൾ ചേർന്ന കുഴൽ പോലെയോ അല്ലെങ്കിൽ അല്പം അടിഭാഗം പരന്ന രൂപത്തിലോ ഒക്കെയാണ് കാഴ്ചയിൽ ഉണ്ടാവുക. ഓരോ പ്രാവശ്യവും ഇവയുടെ പുറം കവചം, കൈറ്റിൻ കൊണ്ടുള്ള ആ എക്സോസ്കെൽട്ടൻ പൊഴിച്ചു കളഞ്ഞാണ് ഇവർ വളരുക. അങ്ങനെ പുതിയ എക്സോസ്കെൽട്ടൻ വരുമ്പോൾ പുതിയ ഖണ്ഡങ്ങളും കൂടി ചേർത്തിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇവരുടെ നീളം കൂടി വരുന്നത്. പല ഇനങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഖണ്ഡങ്ങളായി കഴിഞ്ഞാൽ അവയുടെ വളർച്ച നിലക്കും, അതായത് അവ വളർച്ച പൂർത്തിയാകും. പിന്നെ മോൾട്ടിംഗ് ഇല്ല. എന്നാൽ ചില സ്പീഷീസുകളിൽ ഇങ്ങനെ വളർച്ചാഘട്ടം പൂർത്തിയാകില്ല. പഴയ നോക്കിയ 3310 മോഡൽ ഉപയോഗിച്ചവർക്കറിയാം, അതിലൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, സ്നേക്ക് ഗെയിം. അതിനിങ്ങനെ ഓടിച്ച് നമ്മൾ ഓരോ കട്ടകൾ കൂട്ടി അവയുടെ നീളം കൂട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ആ ഗെയിം വിജയിക്കുക. അതുപോലെ ഓരോ മോൾട്ടിങ് കഴിയുമ്പോഴും ഇവയുടെ പുറകിൽ ഖണ്ഡങ്ങൾ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വളരെ പതുക്കെ സഞ്ചരിക്കുന്നവരാണ് തേരട്ടകൾ എന്ന് പറഞ്ഞല്ലോ. ഇവയുടെ പ്രധാന ഭക്ഷണം അഴുകിയ ഇലകളും ജൈവാവശിഷ്ടങ്ങളും ഒക്കെ തന്നെയാണ്. അതായത് നമ്മുടെ പറമ്പുകളുടെ ഇലകളൊക്കെ അഴുകാൻ പ്രധാനമായിട്ടും സഹായിക്കുന്നത് ഇവർ തന്നെയാണ്. ഇവരില്ലായിരുന്നെങ്കിൽ മരത്തണലുകളിലെ ഇലക്കൂമ്പാരങ്ങൾ അഴുകി ഇല്ലാതാകാൻ വളരെ കാലമെടുക്കുമായിരുന്നു. വളരെ കുറച്ചിനം തേരട്ടകൾക്ക് സസ്യനീരുകളൊക്കെ ഊറ്റി കുടിക്കുന്ന ഒരു സ്വഭാവമുള്ളതിനാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ശല്യങ്ങളൊക്കെ ചിലപ്പോഴുണ്ടാകാറുണ്ട്. എങ്കിലും പൊതുവെ മനുഷ്യർക്ക് വലിയ ഉപദ്രവമൊന്നും ചെയ്യാത്തവരാണ് തേരട്ടകൾ. ശത്രുക്കളുടെ മുന്നിൽപ്പെട്ടാൽ പെട്ടെന്ന് ഓടി ഒളിക്കാനൊന്നും സഹായിക്കുന്നതല്ല ഇവരുടെ ഈ കുഞ്ഞു പിരിവിരായുള്ള കാലുകൾ. അങ്ങനെ രക്ഷപ്പെടാനുള്ള സൂത്രപ്പണിയാണ് അരിനുറുക്ക് പോലെ ചുരുണ്ട് കിടക്കൽ, അല്ലെങ്കിൽ ബോൾ പോലെ ചുരുളൽ. തവിട്ടോ കറുപ്പോ നിറത്തിലുള്ള ഈ പുറം ഭാഗം, എക്സോസ്കെൽട്ടൻ, ഉറപ്പുള്ള ആ കവചഖണ്ഡങ്ങൾ എളുപ്പത്തിൽ മുറുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉറപ്പേറിയതാണ്. ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോൾ മൃദുവായിട്ടുള്ള കാലുകളും മുദ്രഭാഗവും ഒക്കെ ഒളിച്ചു വെച്ച് രക്ഷിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ വട്ടത്തിൽ ഉരുണ്ട് കിടക്കുന്ന ഇതിനെ കൊത്തിയെടുക്കാൻ പക്ഷികൾക്കൊക്കെ കുറച്ച് വിഷമിക്കുകയും വേണം. കൂടാതെ ഈ ചുരുൾ അഴിക്കാതെ ഇവയെ പെട്ടെന്ന് വിഴുങ്ങാനും പക്ഷികൾക്കും മറ്റ് ഇരപിടിയന്മാർക്കും കഴിയുകയുമില്ല. അങ്ങനെ ഇവയെ ഒഴിവാക്കി വിടും. കൂടാതെ ഇങ്ങനെ ചുരുളുമ്പോഴും ഇവ ഈ രൂക്ഷഗന്ധമുള്ള സ്രവം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ തേരട്ടയെ കൊത്തിയെടുത്ത പക്ഷിയൊക്കെ വേഗം തന്നെ അതിനെ ഒഴിവാക്കുകയും ചെയ്യും. എന്തായാലും ചവറുകളും ഇലകളും ഒക്കെ ദ്രവിപ്പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടി സഹായിക്കുന്നതിൽ ഇവർക്ക് വലിയ ഒരു പങ്കുണ്ട്. എങ്കിലും സിനോബോളസ് കാർണിഫെക്സ് എന്നു പേരുള്ള ഒരിനം തേരട്ടകൾ പഴയ കാലങ്ങളിൽ ഓലമേഞ്ഞ വീടുകൾക്കൊക്കെ വലിയ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. വിരിഞ്ഞിറങ്ങുമ്പോൾ വെറും 3 ജോഡി കാലുകളും 6 ഖണ്ഡങ്ങളും മാത്രമേ തേരട്ടകൾക്കുണ്ടാവുകയുള്ളൂ. ഓരോ തവണയും ഉറപ്പൊഴിച്ച് വളരുമ്പോൾ പുതുതായിട്ട് ഖണ്ഡങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കും അവയിൽ കാലുകളും.
ഉറപൊഴിക്കൽ കാലത്തൊക്കെ ഇരപിടിയന്മാരുടെ മുന്നിൽ പെട്ടുപോയാൽ അപകട സാധ്യത കൂടുതലാണ്. അതായത് അവയെ വേഗത്തിൽ കൊത്തി തിന്നാൻ പറ്റും. അതിനാൽ തന്നെ ഉറപൊഴിക്കുന്നത് സസ്യാവശിഷ്ടങ്ങളുടെയൊക്കെ അടിയിലും ഇരപിടിയന്മാരുടെ കണ്ണിൽ പെടാതെ ഇടത്തും ഒക്കെ ആയിരിക്കും. തേരട്ടകളുടെ ഒന്നാം ഘട്ടത്തിൽ കാലുകൾ ഉണ്ടാവില്ല. 4 വരെയുള്ള ഖണ്ഡങ്ങളിലും സ്പീഷീസുകൾ അനുസരിച്ച് കാലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. പലതിലും ഈ 2, 3, 4 ഖണ്ഡങ്ങളിൽ ഒരു ജോഡി കാലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാത്തിലും 2 ജോഡി കാലുകളും. അതുപോലെ അവസാനത്തെ 3 റിങ്ങുകൾ കാലുകളൊന്നും ഇല്ലാത്ത രൂപത്തിലുമായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേസമയം പഴുതാരകളുടെ ആദ്യ ജോഡി കാലുകളാണ് വിഷമുള്ളുകളായിട്ട് മാറുന്നതെന്ന് പറഞ്ഞല്ലോ. തേരട്ടകളുടെയൊക്കെ പുറം കവചം എക്സോസ്കെൽട്ടൻ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ കാൽഷ്യം സാൾട്ടുകൾ ഉള്ളതിനാലാണ് നല്ല ഉറപ്പുള്ളതായിട്ട് മാറുന്നത്. എങ്കിലും ഇവർ ചൂട് കൊണ്ടാൽ വെയിൽ കൊണ്ടാലൊക്കെ ഉണങ്ങിപ്പോകും. കാരണം ഇവരുടെ ശ്വസനത്തിനായിട്ടുള്ള അവയവം സ്പൈറക്കിളുകൾ ശരീരത്തിന്റെ ഓരോ ഖണ്ഡങ്ങളിലും പുറത്തേക്ക് തുറക്കുന്ന ദ്വാരങ്ങളായിട്ടുണ്ടല്ലോ. ഈ സ്പൈറക്കിളുകൾക്ക് അടപ്പില്ല. അതായത് അത് സദാസമയം തുറന്നാണ് ഇങ്ങനെ കിടക്കുന്നത്. മറ്റു ചില ജീവികളിലൊക്കെ അതിന് മെഴുകുകൊണ്ടുള്ള അടപ്പുകൾ ഉണ്ടാവും. അങ്ങനെ അടപ്പില്ലാത്തതിനാൽ തന്നെ ഉള്ളിലെ ജലാംശവും ഈർപ്പവും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് വെയിൽ കൊണ്ടാൽ. അതിനാൽ തന്നെ തേരട്ടകളും പഴുതാരകളും ഒക്കെ എപ്പോഴും നനവും ഈർപ്പവുമുള്ള വെയിൽ തട്ടാത്ത ഇടങ്ങളിലാണ് കഴിയാൻ ശ്രദ്ധിക്കുക. തേരട്ടകൾ വളരെ വിശാല ഹൃദയരാണ് എന്ന് പറയാം. അതായത് ഇവയുടെ മൊത്തം നീളത്തിൽ നീണ്ടു കിടക്കുകയായിരിക്കും ഇവയുടെ ഹൃദയവും. പ്രത്യുത്പാദന കാര്യത്തിലും പല സ്പീഷീസുകളിലും വ്യത്യാസങ്ങളുണ്ട്. ചിലവയിൽ ആൺവർഗ്ഗങ്ങളേ ഇല്ല. പാർത്തനോജനിസിസ് എന്ന രീതിയിൽ ഇണചേരാതെ തന്നെ, ബീജസങ്കലനം നടക്കാതെ തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവർ തേരട്ടകളിലുണ്ട്. സാധാരണയായിട്ട് ആണിനും പെണ്ണിനും ലൈംഗിക അവയവം 3-ാം ഖണ്ഡത്തിലാണ് ഉണ്ടാവുക. ഹെൽമന്തോമോർഫ എന്ന് വിളിക്കുന്ന സാധാരണമായി കാണുന്ന കുഴൽ രൂപത്തിലുള്ള തേരട്ടകളിൽ 7-ാം ഖണ്ഡത്തിലെ ഒരു ജോഡി കാലുകൾ രൂപാന്തരം വന്ന് ബീജത്തെ പെൺ സ്വീകരണിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു പ്രത്യേക അവയവമായിട്ട് മാറും. ഗോണോപോഡ്സ് എന്നാണ് ഇതിന് വിളിക്കുക. ബോൾ പോലെയാകുന്ന ഇനം തേരട്ടകളിൽ 7-ാമത്തെ ഖണ്ഡത്തിലെ കാലുകളല്ല, ഏറ്റവും അവസാനത്തെ ഒരു ജോഡി കാലുകളാണ് ഇത്തരത്തിലെ ഗോണോപോഡ്സുകളായിട്ട് മാറുന്നത്. ഇണചേരൽ സമയത്ത് ആൺ തേരട്ട തൻ്റെ 3-ാം ഖണ്ഡത്തിലെ ലൈംഗിക അവയവത്തിൽ നിന്നും ബീജം നിറഞ്ഞ ഒരു പാക്കറ്റ് ശരീരം വളച്ച് 7-ാം ഖണ്ഡത്തിലെ ഗോണോപോഡ്സ് എന്ന കാലുകളിലേക്ക് കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ കാൽമാറ്റം ചെയ്യും. ആ കാലുകൾ കൊണ്ട്, അതായത് ആ കാലിൽ നേരത്തെ തന്നെ നിറച്ചു വെച്ചിരിക്കുന്ന ബീജം പാക്കറ്റും കൊണ്ട് പെൺ തേരട്ടയുടെ 3-ാം ഖണ്ഡത്തിലെ ലൈംഗിക ദ്വാരത്തിലേക്ക്, ഉള്ളിലേക്ക്, സൈഫോപോഡ്സ് എന്ന് പറയുന്ന ഉള്ളിലെ സഞ്ചിയിലേക്ക് ഈ ബീജ പാക്കറ്റ് നിറച്ചു വെക്കുകയാണ് ആൺ തേരട്ട ചെയ്യുക. അങ്ങനെയാണ് ഇവരിലെ ഇണചേരൽ അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നത്. ഇണചേർന്ന് കഴിഞ്ഞ പെൺ തേരട്ട നനഞ്ഞ മണ്ണിലും ഇലകളുടെ അവശിഷ്ടങ്ങൾക്കടിയിലുമൊക്കെ മുട്ടയിടും. ചിലത് അവയുടെ ഉണങ്ങിയ വിസർജ്യങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങളും ഒക്കെ മുട്ടയ്ക്ക് ചുറ്റും ഉണ്ടാക്കും. ചിലത് നൂൽ കൊണ്ടുള്ള കൊക്കൂണുകൾ ഉണ്ടാക്കും. 10 മുതൽ 300ഓളം മുട്ടയിടും പലതരം തേരട്ടകൾ. ഒരുവിധം എല്ലാ തേരട്ട അമ്മമാരും മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടിന് പോകും. എന്നാൽ പ്ലാറ്റിഡസ്മിഡ, സ്റ്റെമ്മിയൂലിഡ ഓർഡറിലൊക്കെ പെട്ട അമ്മമാർ തേരട്ടകളുടെ മുട്ടകൾക്ക് കാവൽ നിൽക്കും. കൂടാതെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കും. അതായത് പാരന്റൽ കെയർ ഉള്ള ഇനങ്ങൾ തേരട്ടകളിലും ഉണ്ട്. ഏതാനും ആഴ്ചകൾ കൊണ്ട് മുട്ടകൾ വിരിയും. മറ്റ് ആർത്രോപോഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തേരട്ടകൾ കുറച്ചുകൂടി ആയുസ്സുള്ളവരാണ്. സ്പീഷീസുകൾക്കനുസരിച്ച് 1 വർഷം മുതൽ 10 വർഷം വരെ ആയുസ്സുള്ളവരാണ് തേരട്ടകൾ. ആൺ തേരട്ടകൾ ഒരു ഇണചേരൽ കാലം കഴിഞ്ഞാൽ ആയുസ് ഒടുങ്ങി ചത്തുപോവുകയാണ് ചെയ്യുക. എന്നാൽ പെൺ തേരട്ടകൾ പിന്നെയും ഉറപൊഴിക്കൽ നടത്തി യൗവനം തിരിച്ചു പിടിച്ച് പുതിയ ആളായി വീണ്ടും ഇണചേർന്ന് മുട്ടയിടും. അതുകൊണ്ട് തന്നെ ആൺ പെൺ അനുപാതം തേരട്ടകളിൽ സമാസമമല്ല. എണ്ണത്തിൽ കൂടുതലായിട്ട് പെൺ തേരട്ടകളാണ് ഉണ്ടാവുക. അതായത് വയസ്സായി ചാവാറാകുമ്പോൾ വീണ്ടും ഉറപൊഴിച്ച് നീളം കൂട്ടി പുതിയ ആളായി യൗവനം തിരിച്ചെടുത്ത് 2ഉം 3ഉം ജീവിതം ജീവിക്കുന്നവരാണ് തേരട്ടകൾ. പെരിയോഡോമോർഫോസിസ് എന്നാണ് ഇതിന് പറയുക. യയാതിയെപ്പോലെയുള്ള കഥാപാത്രങ്ങൾ ഒരു തവണ യൗവനം തിരിച്ചു പിടിച്ചതായിട്ട് പുരാണങ്ങളിൽ കാണുമെങ്കിലും ഇണചേരലിനുള്ള പക്വത നേടാത്തതുപോലെ കുഞ്ഞായിട്ട് കുറച്ചു കാലം ജീവിക്കുക, പിന്നെ വീണ്ടും വളർച്ച പൂർത്തിയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ പെൺ തേരട്ടകളുടെ അതിശയ ജന്മം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.